അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മസ്ജിദ് നബവിയിൽ നമസ്കാരവേളയിൽ നടന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ്. ഈ അസാധാരണ സംഭവം റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ പ്രചരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടതിനുശേഷം നിന്റെ വിശ്വാസം ശക്തിപ്പെടുകയും സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് നിന്റെ ചുണ്ടുകളിൽ നിന്ന് സ്വാഭാവികമായി ഉതിർന്നു വീഴുകയും ചെയ്യും. എന്താണ് സംഭവിച്ചത്? ഈ അത്ഭുത സംഭവത്തിന് സാക്ഷിയായ യുവാവാര്? എല്ലാ വിശദാംശങ്ങളും അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരൂ. ഇനി പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിശ്വാസം ഉണർത്തുന്ന കഥയിലേക്ക് കടക്കാം. ലാഹോറിൽ താമസിക്കുന്ന 22 വയസ്സുള്ള റാക്കിബ് എന്ന യുവാവിന്റെ കഥയാണിത്. അവൻ തന്റെ നീതിമാനായ മാതാപിതാക്കളുടെ ഏക മകനും 6 പെൺകുട്ടികളുടെ ഏക സഹോദരനുമായിരുന്നു. ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്ന റാക്കിബിന്റെ പിതാവിന് ഒരു സമൃദ്ധമായ മുദ്രാവ്യാപാരശാല ഉണ്ടായിരുന്നു. അവിടെ നാട്ടുകാർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ വാങ്ങാൻ വരുമായിരുന്നു. റാക്കിബ് 6 പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ച ഏക മകനായതിനാൽ അവനെ അമിതമായി ലാളിച്ചിരുന്നു. ഇത് ഒടുവിൽ അവനെ വഴിതെറ്റിക്കുകയും ചെയ്തു. അവൻ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റിയിൽ തെറ്റായ കൂട്ടുകെട്ടിലകപ്പെട്ടു. മോശം സഹവാസം മൂലം ലഹരി ഉപയോഗത്തിന്റെ കെണിയിൽ വീണു. അവന്റെ പിതാവ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് റാക്കിബ് കടയിൽ സഹായിക്കണമെന്നായിരുന്നു. എന്നാൽ റാക്കിബ് തന്റെ സമയം കൂട്ടുകാർക്കൊപ്പം ചെലവഴിച്ചു. ഇത് അവനും പിതാവിനുമിടയിൽ പതിവായി വഴക്കുകൾക്ക് കാരണമായി. അവന്റെ ധിക്കാരപരമായ പെരുമാറ്റം പിതാവിനെ വലിയ ദുഃഖത്തിലാഴ്ത്തി. പിതാവ് അവനെ ശാസിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം റാക്കിബ് തർക്കിക്കുമായിരുന്നു. അമ്മയും അവനെ വഴി നടത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ ശ്രദ്ധിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ടും അവന്റെ മാതാപിതാക്കളും സഹോദരിമാരും അവനെ വളരെയധികം സ്നേഹിച്ചു. എന്നാൽ റാക്കിബ് അവരുടെ സ്നേഹത്തെ ദുരുപയോഗം ചെയ്തു. കാലക്രമേണ അവന്റെ ലഹരിയാസക്തി കൂടുതൽ വഷളായി. അവൻ പിതാവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു. അവൻ അനാശാസ്യമായ കൂട്ടുകെട്ടിലകപ്പെട്ടു. വ്യഭിചാരത്തിന്റെ പാപത്തിലേക്ക് വീണു. ഒരു തണുത്ത മഴയുള്ള സന്ധ്യയിൽ റാക്കിബ് അടുത്തുള്ള ഒരു പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് തത്ത വീണത് ശ്രദ്ധിച്ചു. ഒരു പൂച്ച ആ ദുർബലമായ പക്ഷിയെ കടിക്കാൻ പോകുന്നതിനിടെ റാക്കിബിന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ചലനമുണ്ടായി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ മുന്നോട്ട് കുതിച്ച് ആ പരിക്കേറ്റ തത്തയെ എടുത്തു. അതിന്റെ കാലിന് വീഴ്ചയിൽ പരിക്കേറ്റിരുന്നു. വീട്ടിലെത്തിച്ച് അവൻ ശ്രദ്ധയോടെ അതിന്റെ കാലിൽ മരുന്നു പുരട്ടി സ്വന്തം കൈകൊണ്ട് അതിന് ഭക്ഷണം നൽകി. കാലക്രമേണ ആ കുഞ്ഞ് പക്ഷി അവനോടടുപ്പം കാണിച്ചു. അവർ തമ്മിൽ ഒരു അപ്രതീക്ഷിതമായ ബന്ധം രൂപപ്പെട്ടു. അതിന്റെ തൂവലുകൾ പൂർണ്ണമായി വളർന്നപ്പോൾ റാക്കിബ് അതിനെ ഒരു കൂട്ടിൽ വെച്ച് വളർത്തുമൃഗമായി സൂക്ഷിച്ചു. എന്നാൽ 1.5 വർഷത്തിനു ശേഷം ഒരു ചിന്ത അവന്റെ മനസ്സിൽ തോന്നി. ഈ പക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാണ് ഇതിനെ കൂട്ടിലടയ്ക്കുന്നത്? ഈ തിരിച്ചറിവോടെ അവൻ ആ പക്ഷിയെ പാർക്കിലേക്ക് കൊണ്ടുപോയി മോചിപ്പിച്ചു. നിന്നോടൊരു ചോദ്യം, ഞാൻ എന്തിനാണ് ഈ കഥ പറയുന്നത്? ഈ സംഭവത്തിന് ശേഷം റാക്കിബിന് കടുത്ത വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ ഡോക്ടർമാർ വേദനസംഹാരികളും ആന്റിബയോട്ടിക്കുകളും നിർദ്ദേശിച്ചു. എന്നാൽ ആശ്വാസത്തിന് പകരം അവന്റെ അവസ്ഥ കൂടുതൽ വഷളായി. വേദന അത്രയും കഠിനമായിരുന്നു. ഒരു കത്തി വയറ്റിൽ കുത്തിത്തിരിക്കുന്നത് പോലെ അവൻ അലറി വിളിച്ചു. ഭയപ്പെട്ട അവന്റെ കുടുംബം അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 1ലധികം പരിശോധനകൾ നടത്തി. ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. റാക്കിബിന് വയറ്റിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ അവന്റെ മാതാപിതാക്കൾ തകർന്നുപോയി. അവന്റെ ചികിത്സ ഉടനടി ആരംഭിച്ചു. പക്ഷേ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് പകരം കൂടുതൽ മോശമായി. തന്റെ തെറ്റുകളും പാപങ്ങളും തിരിച്ചറിഞ്ഞ റാക്കിബ് ഒടുവിൽ പശ്ചാത്തപിച്ചു. അവൻ മാതാപിതാക്കളുടെ കാലിൽ വീണ് ക്ഷമ ചോദിച്ചു. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്താപമർപ്പിച്ചു. അവന്റെ മാതാപിതാക്കൾ ദുഃഖത്താൽ തകർന്ന് പകലും രാത്രിയും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. തങ്ങളുടെ മകന്റെ ജീവനായി കണ്ണീർ വാർത്തു. പിന്നീട് ഒരു അസാധാരണ സംഭവം നടന്നു. ഒരു ദിവസം റാക്കിബിന്റെ പിതാവ് കടയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്ത് ഒരു അസാധാരണ ഭാവമുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, മകനെ, നീ ഏതെങ്കിലും ബാങ്കിൽ ഉംറയ്ക്ക് അപേക്ഷിച്ചിരുന്നോ?
ആശ്ചര്യപ്പെട്ട റാക്കിബ് മറുപടി പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും അങ്ങനെയൊരു അപേക്ഷ നൽകിയിട്ടില്ല. പിതാവ് വീണ്ടും നിർബന്ധിച്ചു, നന്നായി ആലോചിച്ചു നോക്കൂ, നീ എപ്പോഴെങ്കിലും അപേക്ഷിച്ചിരിക്കണം. ആശയക്കുഴപ്പത്തോടെ റാക്കിബ് ചോദിച്ചു, അച്ഛൻ എന്തിനാണിങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ പിതാവ് ഒരു കവർ അവന് നൽകി പറഞ്ഞു, ഇന്നൊരാൾ കടയിൽ വന്ന് ഈ കവർ തന്നു. അവൻ പറഞ്ഞു, നിന്റെ മകന്റെ ഉംറ അപേക്ഷ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കത്ത് പറഞ്ഞ ബാങ്കിൽ കൊണ്ടുപോയി ആവശ്യമായ രേഖകൾ, പാസ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കൂ. റാക്കിബിന്റെ കൈകൾ വിറച്ചുകൊണ്ട് അവൻ ആ കത്ത് തുറന്നു വായിച്ചു. അവൻ പൂർണ്ണമായും ഞെട്ടിപ്പോയി. അടുത്ത ദിവസം റാക്കിബും പിതാവും ഈ അപ്രതീക്ഷിത വാർത്ത പരിശോധിക്കാൻ ബാങ്കിൽ പോയി. അവരുടെ ആശ്ചര്യത്തിന് അപേക്ഷ ശരിക്കും അംഗീകരിക്കപ്പെട്ടിരുന്നു. ആദ്യം അവർക്ക് തോന്നി ഇതൊരു തെറ്റായിരിക്കണമെന്ന്. എന്നാൽ അപേക്ഷാ ഫോം പരിശോധിച്ചപ്പോൾ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. അതിൽ റാക്കിബിന്റെ സ്വന്തം ഒപ്പുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അത്തരമൊരു ഫോം പൂരിപ്പിച്ചിട്ടില്ല. ഇതെല്ലാവരെയും അമ്പരപ്പിച്ചു. സുഹൃത്തുക്കളെ, ഈ നിഗൂഢ സംഭവം നടന്നത് കഴിഞ്ഞ റമളാനിലാണ്. റാക്കിബിന്റെ കുടുംബം ഉറച്ചു വിശ്വസിച്ചു, ഇത് അള്ളാഹുവിന്റെ ഒരു ദിവ്യവിളിയാണ്. അവന്റെ രോഗം മൂലം പൂർണ്ണമായ മാറ്റം സംഭവിച്ച അവൻ ഉംറക്ക് പോകേണ്ടവനാണെന്ന്. റാക്കിബിന് തോന്നി, തന്റെ മരണത്തിന് മുമ്പ് അള്ളാഹുവിന്റെ പവിത്ര ഭവനം സന്ദർശിച്ച് തന്റെ മുൻകാല പാപങ്ങൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണമെന്ന്. അങ്ങനെ റമളാൻ മാസത്തിൽ റാക്കിബ് ഉംറ നിർവഹിക്കാനുള്ള യാത്ര ആരംഭിച്ചു. അവൻ അള്ളാഹുവിന്റെ കരുണയ്ക്കായി ധാരാളം കരഞ്ഞു. തുടർന്ന് മസ്ജിദ് നബവിയിലേക്ക് പോയി. അവിടെ ഒരു അസാധാരണ സംഭവം നടന്നു. അവൻ തറാവീഹ് നമസ്കാരത്തിന് പോയ രാത്രി ഇമാമിന്റെ തൊട്ടുപിന്നിൽ ആദ്യ നിരയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി. ഇമാം ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ റാക്കിബിനെ ഒരു അതിശക്തമായ വികാരം ആവേശിച്ചു. അവന് കണ്ണീർ നിയന്ത്രിക്കാനായില്ല. അവൻ നിയന്ത്രണം വിട്ട് കരഞ്ഞു. പെട്ടെന്ന് അവന്റെ വയറ്റിൽ ഒരു കുത്തിത്തിരിക്കുന്ന വേദന അനുഭവപ്പെട്ടു. അത് അത്രയും തീവ്രമായിരുന്നു, അവന്റെ ആത്മാവ് ശരീരം വിട്ടുപോകുമെന്ന് അവൻ ഭയപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ വീഡിയോയിൽ അവൻ വേദനയാൽ കുനിഞ്ഞ് ആ കഠിനമായ വേദന സഹിക്കാൻ പാടുപെടുന്നത് കാണാം. പിന്നീട് യുക്തിക്കപ്പുറമായ ഒരു നിമിഷത്തിൽ ആ വേദന പെട്ടെന്ന് അപ്രത്യക്ഷമായി. അടുത്ത 15 ദിവസം റാക്കിബ് ആഴമായ ആരാധനയിൽ മുഴുകി നോമ്പുനോറ്റ് ഹൃദയം സമാധാനത്തോടെ പ്രാർത്ഥിച്ചു. പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒരു അത്ഭുതകരമായ സംഭവം നടന്നിരുന്നു. അവന്റെ വേദന ഒരിക്കലും തിരിച്ചു വന്നില്ല. അവൻ പൂർണ്ണമായും ആരോഗ്യവാനും ഊർജ്ജസ്വലനും മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തനുമായി തോന്നി. ഒരു രാത്രി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയ ശേഷം അവനൊരു സ്വപ്നം കണ്ടു. അതവനെ അത്ഭുതപ്പെടുത്തി. സ്വപ്നത്തിൽ അവൻ ഒരിക്കൽ രക്ഷിച്ച ആ തത്തയെ കണ്ടു. എന്നാൽ ഈ തവണ ആ പക്ഷി ദുരിതത്തിലായിരുന്നില്ല. പകരം അത് അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥനയിൽ നിൽക്കുകയായിരുന്നു. ഓ അല്ലാഹ്, അവൻ എൻ്റെ ജീവൻ രക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്തു. ദയവായി അവനെ ക്ഷമിക്കുക, അവന് നല്ല ആരോഗ്യം നൽകണമേ. റാക്കിബ് കണ്ണീർ നനഞ്ഞ തലയിണയുമായാണ് ഉറക്കത്തിൽ നിന്നുണർന്നത്. തത്തയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. അവന്റെ ഹൃദയത്തിൽ അത്ഭുതവും പ്രതീക്ഷയും നിറച്ചു. അടുത്ത ദിവസം അവൻ പിതാവിനൊപ്പം ആശുപത്രിയിൽ പോയി പൂർണ്ണമായ മെഡിക്കൽ പരിശോധനകൾ നടത്തി. റിപ്പോർട്ടുകൾ ഡോക്ടർക്ക് മുന്നിൽ വെച്ചപ്പോൾ ഡോക്ടർ പൂർണ്ണമായും ഞെട്ടിപ്പോയി. ക്യാൻസറിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. വിശ്വസിക്കാനാകാതെ ഡോക്ടർ മറ്റൊരു ലാബിൽ നിന്ന് വീണ്ടും പരിശോധനകൾ നടത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ വീണ്ടും ഫലങ്ങൾ വ്യക്തമായിരുന്നു. രോഗത്തിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. റാക്കിബിന് അപ്രതീക്ഷിതമായി ഉംറയ്ക്ക് വിളിക്കപ്പെടുകയും മാരകമായ ഒരു രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി സുഖം പ്രാപിക്കുകയും ചെയ്തത് ഒരു ദിവ്യ അത്ഭുതം തന്നെയായിരുന്നു. തന്റെ മുൻകാല പാപങ്ങൾക്കിടയിലും ആ തത്തയുടെ ജീവൻ രക്ഷിച്ച ഒരു ചെറിയ ദയാപ്രവൃത്തി തന്റെ ക്ഷമാപണത്തിൽ ഒരു പങ്കുവഹിച്ചുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഒരിക്കൽ വായിച്ചിരുന്നു, അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലും വിധിക്ക് കാരണമാകും. എന്നാൽ അവൻ ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ ഒരു അവിശ്വാസിയെപ്പോലും ഒരു ദാഹിക്കുന്ന മൃഗത്തിന് വെള്ളം നൽകിയ ഒരു ലളിതമായ ദയാപ്രവൃത്തിക്ക് ക്ഷമിക്കപ്പെടാം. സുഹൃത്തുക്കളെ, റമളാനിന്റെ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഏറ്റവും ചെറിയ ദയാപ്രവൃത്തികൾ പോലും വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് ഓർമ്മിക്കാം.
വേനൽക്കാലത്തെ കൊടും ചൂടിൽ നിന്റെ മേൽക്കൂരയിൽ പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണവും വെക്കുന്നത് പോലുള്ള ലളിതമായ പ്രവൃത്തികൾ നിനക്ക് അവിശ്വസനീയമായ അനുഗ്രഹങ്ങൾ നേടിത്തരും. ഈ അവിശ്വസനീയമായ കഥയെക്കുറിച്ച് നിന്റെ ചിന്തകൾ എന്താണ്? നിന്റെ പ്രതിഫലനങ്ങൾ കമന്റ് വിഭാഗത്തിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ പ്രചോദനാത്മകമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്നായി ശ്രദ്ധിക്കുക, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക.